Good morning to all of you. Today's online class is a social science introduction to law. പൊതുമുതൽ നശിപ്പിക്കുന്നത് തടയുന്ന നിയമം. The law against damage to public property. Along with that, we consider law against public smoking. Smoking in place of smoking in public places. പൊതുസ്ഥലങ്ങളിലെ പുകവലി ശിക്ഷാർഹമാണ്. We consider these two topics in this video. Let me remind all of you to completely watch all my videos and subscribe also. പൊതുമുതൽ നശിപ്പിക്കുന്നത് തടയുന്ന നിയമം. The Prevention of Damage to Public Property Act 1984. സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും മറവിൽ വ്യാപകമായി പൊതുമുതൽ നശീകരണം പലപ്പോഴും നടക്കാറുണ്ട്. ഇത്തരം നശീകരണ പ്രവർത്തനങ്ങൾ മൂലം നികുതിദായകന്റെ പണം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതും പൊതു നന്മയ്ക്കായി ഉപയോഗിക്കാവുന്നതും ആയ ആസ്തികളാണ് നശിപ്പിക്കുന്നത്. In the name of strikes and agitations against the government, it is the practice of giving damage to public property. People think that the method to show agitations against government is by destroying public properties. But these public properties are made with the taxes taken from people. These are the assets made for the purpose of citizens. So, the citizens' money itself is destroyed by destroying public properties. പൊതുമുതൽ നശീകരണം ആണ് സർക്കാരിനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള മാർഗം എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്രകാരമുള്ള പ്രവൃത്തികളിൽ ആളുകൾ സാധാരണയായി ഏർപ്പെടുന്നത്. 1984 നിയമപ്രകാരം പൊതുമുതലിന്റെ നിർവചനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാർ കോർപ്പറേഷനുകളുടെയും സർക്കാർ കമ്പനികളുടെയും കൈവശത്തിലോ അധീനതയിലോ ഉള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ എല്ലാം ഉൾപ്പെടും. What do you mean by public property? By the Act of 1984, public property is defined as all the assets in the hands of governments, state as well as central, and panchayats, corporations, sarkar, government companies. All assets in the hands of these people. ജലം, വൈദ്യുതി, ഊർജം എന്നിവയുടെ ഉൽപാദനത്തിനും വിതരണത്തിനും ആവശ്യമായ കെട്ടിടങ്ങൾ, വ്യവസായശാലകൾ, ഖനികൾ, പൊതുഗതാഗത സംവിധാനത്തിന്റെ ഭാഗമായ ആസ്തികൾ, എണ്ണ ഉൽപാദനശാലകൾ എന്നിവയെല്ലാം പൊതുമുതലായാണ് പരിഗണിക്കപ്പെടുന്നത്. വാട്ടർ, ഇലക്ട്രിസിറ്റി, എനർജി, all the assets needed for making this, and factories, places of making oil, public transport system, mines, all these are treated as public properties.
അഗ്നിയോ സ്ഫോടക വസ്തുക്കളോ ഉപയോഗിച്ച് പൊതുമുതൽ നശിപ്പിക്കുന്നതിനുള്ള ശിക്ഷ 1 കൊല്ലത്തിനും 10 കൊല്ലത്തിനും ഇടയിലുള്ള കഠിന തടവാണ്. There are different methods of destroying public properties. Using fire or any type of explosive materials, the public property is destroyed. From 1 year to 10 years imprisonment is given. അഗ്നിയും സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കാതെ നടത്തുന്ന പൊതുമുതൽ നശീകരണത്തിന് സാധാരണഗതിയിൽ 5 കൊല്ലം വരെയുള്ള തടവ് ശിക്ഷയും പിഴയും ലഭിക്കാവുന്നതാണ്. Any destruction without using fire and explosive items, the imprisonment can be up to 5 years and penalty is also given. പൊതുമുതൽ നാശം സംബന്ധിച്ചുള്ള കേസ് പ്രതികൾക്ക് ജാമ്യം ലഭിക്കാവുന്ന കേസുകളുടെ ഗണത്തിൽപ്പെട്ടതാണ്. The cases against damage to public property is the case can avail bail. പൊതുസ്ഥലങ്ങളിലെ പുകവലി ശിക്ഷാർഹമാണ്. പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും അതിഗുരുതരമായ ആഘാതമാണ് മനുഷ്യ ശരീരത്തിന് ഏൽപ്പിക്കുന്നത്. പൊതുസ്ഥലങ്ങളിലുള്ള പുകവലി ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ മാത്രമല്ല സഹജീവികളുടെ കൂടെ ആരോഗ്യത്തെ ഹനിക്കുന്നതാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. പൊതുസ്ഥലങ്ങളിലെ പുകവലിയും പ്രായപൂർത്തിയാകാത്തവരുടെ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും നിയമം മൂലം നിരോധിച്ചിരിക്കുന്ന രാജ്യമാണ് നമ്മുടേത്. 2003 സിഗരറ്റിന്റെയും മറ്റു പുകയില ഉൽപ്പന്നങ്ങളുടെയും പരസ്യം ചെയ്യൽ നിരോധനവും വ്യാപാരവും മറ്റും നിയന്ത്രിക്കൽ നിയമത്തിലെ 4-ാം വകുപ്പ് പ്രകാരം പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധിച്ചിട്ടുണ്ട്. Smoking as well as using this type of materials give lot of damage to human body. Public places smoking not only give damage person's health, but it also affect the health of the people standing or sitting around that place. So by 2003 cigarette as well as other type of smoking materials banned in India. Smoking in public places is banned as well as sale of these materials to children are prohibited. പ്രായപൂർത്തിയാകാത്തവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതും വിൽപ്പന പരസ്യം ചെയ്യുന്നതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 150 മീറ്റർ ചുറ്റളവിൽ അത്തരം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും പരസ്യം ചെയ്യലും ശിക്ഷാർഹമായ കുറ്റമാണ്. It's offense to give advertisement to cigarettes as well as giving cigarette and other smoking materials to children are prohibited, and it should not be done in and around the educational institutions. 2008 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ നടപ്പിൽ വന്ന പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധിക്കൽ ചട്ടങ്ങൾ 2003 പുകയില ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചുള്ള കേന്ദ്ര നിയമ വകുപ്പുകൾ ഫലപ്രദമായി നടപ്പിൽ വരുത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സാധ്യമായ ഏത് സ്ഥലവും പൊതുസ്ഥലം എന്നതിന്റെ നിർവചനത്തിൽ വരും. ഓഡിറ്റോറിയം, ആശുപത്രി, റെയിൽവേ വിശ്രമ കേന്ദ്രങ്ങൾ, വിനോദ കേന്ദ്രങ്ങൾ, ഹോട്ടലുകളും പൊതു ഭക്ഷ്യ കേന്ദ്രങ്ങളും പൊതു ഓഫീസുകൾ, കോടതി കെട്ടിടങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗ്രന്ഥശാലകൾ, ബസ്, ട്രെയിൻ തുടങ്ങി പൊതുഗതാഗത മാർഗങ്ങൾ, ജോലിസ്ഥലങ്ങൾ, വ്യാപാര സമുച്ചയങ്ങൾ, സിനിമാ ഹാളുകൾ തുടങ്ങിയ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദനീയമായ പൊതുസ്ഥലങ്ങളാണ്. Public places means the places where public are allowed. Which are the places where public are allowed? Auditorium, hospitals,
railway, tourist places, hotels, restaurants, public offices, courts, educational institutions, libraries, bus, train, etc., public transport systems, job places, markets, cinema halls, etc. come in public places. പൊതുസ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരും ചുമതലപ്പെട്ടവരും ഇത്തരത്തിൽ പുകവലി നിരോധനം ഉറപ്പുവരുത്താൻ ബാധ്യസ്ഥരാണ്. കൂടാതെ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിത ബോർഡുകൾ സ്ഥാപിക്കുവാനും ഇവർക്ക് ബാധ്യതയുണ്ട്. The persons in charge of public places or the head of the department of public officers are responsible to see that smoking is prohibited in these places. In case of needed, they are responsible to place boards showing smoking prohibited area. പൊതുസ്ഥലങ്ങളിലെ പുകവലി നിയമവിരുദ്ധമായ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിൽ 200 രൂപ വരെ പിഴ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. Smoking in public places as well as sale of these materials are offensive can get penalty up to ₹200. പൊതുസ്ഥലങ്ങളിലെ പുകവലി കണ്ടെത്തി പിഴ ചുമത്താൻ ഉദ്യോഗസ്ഥന്മാരെ അവരുടെ അധികാര പരിധിയിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കരിക്കുന്നവരെയും സ്വന്തം പേരോ മേൽവിലാസമോ വെളിപ്പെടുത്താൻ വിസമ്മതിക്കുന്നവരെയും തടഞ്ഞുവെച്ച് ഉടനടി അടുത്തുള്ള മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി നിയമ നടപടികൾക്ക് വിധേയമാക്കാനും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരമുണ്ട്. There are officers given charge for that. These are the officers in charge of that particular public places. If the people are not obeying these officers, court procedures will be continued. We will continue with another topic in the coming episode. Let me remind all of you to completely watch all my videos and subscribe also.